പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ 3 സഹപാഠികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനാപുരം സ്വദേശിനി അലീന, ചങ്ങനാശ്ശേരി സ്വദേശിനി അഷിത, അയർക്കുന്നം സ്വദേശിനി അഞ്ജന എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. റിപ്പോർട്ടർ TV ഈ അമ്മുവിന്റെ കുടുംബത്തിനോടൊപ്പം നിലയുറപ്പിച്ച് ഇന്നലെ ഒരു ലൈവാത്തോൺ നടത്തിയിരുന്നു. അതിലും വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ സാക്ഷിയുടേതായി കുടുംബത്തിൻ്റെതായി വന്നിരുന്നു. അമ്മു ഐ ക്വിറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ആരുടെ പ്രേരണയാലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പല ഘട്ടങ്ങളിലും അമ്മുവിനെ മാനസികമായി ഈ സഹപാഠികൾ പീഡിപ്പിച്ചിരുന്നു എന്നതിൻ്റെ മൊഴികളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ദുരൂഹമായ സാഹചര്യത്തിലാണ് പത്തനംതിട്ട ആശുപത്രിയിൽ നിന്നും അവരെ 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം വന്നത്. ഇതിലൊക്കെ കാലതാമസം വന്നു എന്ന് കുടുംബത്തിന് പരാതിയുണ്ട്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് ഈ സഹപാഠികളുടെ അറസ്റ്റ്. എന്താണ് ഇനി തുടർന്നുള്ള സാധ്യതകൾ? കുടുംബത്തിൻ്റെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? പ്രവീൺ പുരുഷോത്തമൻ. ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയോടുകൂടി 3 സഹപാഠികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തി. ഇന്നലെ രാത്രി വൈകിയും ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ പോലീസിൻ്റെ ഒരു അനുമാനം എന്നുള്ളത് അമ്മു ആത്മഹത്യ ചെയ്തതാണ്. അതിനെ പ്രേരകമായിട്ടുള്ള ഘടകമായത് ഈ 3 സഹപാഠികളുടെ പ്രവർത്തനങ്ങളും അവരുടെ സംസാരങ്ങളും ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഈ 3 വിദ്യാർത്ഥിനികളും ഉള്ളത്. ഇവരെ ഇന്ന് തന്നെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മണിക്കൂറുകളോളം ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. പ്രധാനമായും അമ്മുവിൻ്റെ പിതാവ് കോളേജ് അധികൃതർക്ക് നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു. അതായത് തൻ്റെ മകളെ ഈ 3 സഹപാഠികൾ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു അമ്മുവിൻ്റെ പിതാവ് കോളേജ് അധികൃതർക്ക് ഇമെയിൽ മുഖാന്തരം ഒരു പരാതി നൽകിയിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയുടെ ലോഗ് ബുക്ക് കാണാതായിരുന്നു. ആ ലോഗ് ബുക്ക് കാണാതായത് സംബന്ധിച്ച് അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടന്നിരുന്നു. കോളേജ് അധികൃതർ തന്നെ പറയുന്നത് ഈ ലോഗ് ബുക്ക് കാണാതായത് സംബന്ധിച്ച് എല്ലാ വിദ്യാർത്ഥികളെയും വിശദമായി ചോദ്യം ചെയ്തു പരിശോധന നടത്തിയെന്നുള്ളതാണ്. പക്ഷേ അമ്മുവിൻ്റെ പിതാവിൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ ലോഗ് ബുക്ക് കാണാതായത് സംബന്ധിച്ച് അമ്മുവിൻ്റെ മുറിയിലേക്ക് ഈ 3 സഹപാഠികൾ എത്തുകയും ബാഗ് ഉൾപ്പെടെ പരസ്യമായി പരിശോധിക്കുകയും ചെയ്തു. ഇത് മാനസികമായി അമ്മുവിനെ ഏറെ വേദനിപ്പിച്ച ഒരു ഘടകമാണ്. മറ്റൊന്ന്, ക്ലാസ് ടീച്ചർ സബിത തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മു എന്നുള്ളത് മറ്റു കുട്ടികളോട് അധികം ഇടപഴകാത്ത ഒരു കുട്ടിയാണ്. പലപ്പോഴും മൗനം പാലിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ കുറച്ചുകൂടി മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹത്താലാണ് ടൂർ കോർഡിനേറ്റർ ആക്കാൻ തീരുമാനിച്ചത്. ക്ലാസ് ടീച്ചറാണ് ഈ കുട്ടിയെ ടൂർ കോർഡിനേറ്റർ ആക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ 3 സഹപാഠികൾക്ക് അമ്മു ടൂർ കോർഡിനേറ്റർ ആകുന്നതിനോട് താല്പര്യം ഇല്ലായിരുന്നു. അത് സംബന്ധിച്ച് ആകരുത് എന്ന് സംബന്ധിച്ചുള്ളൊരു ഭീഷണിയും ഒപ്പം തന്നെ മർദ്ദന സ്വഭാവത്തിലുള്ള ഒരു പെരുമാറ്റവും അവിടെ വെച്ച് നടന്നിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അമ്മു പറഞ്ഞാണ് പിതാവ് അറിഞ്ഞിരുന്നത്. ഈ പിതാവിൻ്റെ പരാതിയിലും അത് കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലോഗ് ബുക്ക് സംബന്ധിച്ചും ഒപ്പം തന്നെ ടൂർ കോർഡിനേറ്റർ ആയത് സംബന്ധിച്ചും ഒപ്പം തന്നെ പണപ്പിരിവ് സംബന്ധിച്ചുമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സംഘം ഈ 3 വിദ്യാർത്ഥികളിൽ നിന്നും വിശദമായി മൊഴിയെടുത്തു. അവർ ഇക്കാര്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹപാഠികളായിട്ടുള്ള അലീന, അഷിത, അഞ്ജന ഇങ്ങനെ 3 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ നേരത്തെ പിതാവ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെയെല്ലാം സത്യമാണെന്ന് പോലീസിന്റെ മൊഴിയെടുപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിൽ പെരുമാറി എന്നുള്ളതൊരു വേർഷനാണ്. പക്ഷേ ഈ അമ്മു മരിക്കണമെന്നോ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഈ 3 കുട്ടികൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. എല്ലാ ക്ലാസ് മുറികളിലും ഇതേപോലെ പരസ്പരം പിണക്കങ്ങളും പരിഭവങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് ടൂർ ഉണ്ടാവുന്ന സമയത്ത് താല്പര്യമില്ലാത്തൊരു ഗ്രൂപ്പിനെ ഒരാളെയൊക്കെ മാറ്റി നിർത്തും. ആ രീതിയിൽ മാത്രമാണോ ഈ സഹപാഠികൾ അമ്മുവുമായിട്ട് പിണങ്ങിയിരുന്നത്? കാരണം ഇതും 3 പെൺകുട്ടികളാണ്. അവർക്കും മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുള്ളതായിട്ട് ആരോപണമുണ്ടോ ആ അർത്ഥത്തിൽ? അരുൺ, ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കുന്നത് ക്ലാസ് ടീച്ചർ സബിതയാണ്. പക്ഷേ ഈ ടൂർ പോകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ക്യാമ്പ് കോന്നിയിൽ വെച്ച് നടത്തിയിരുന്നു. ആ ക്യാമ്പിന് വേണ്ട പണം സ്വരൂപിച്ചത് പുറത്തു നിന്നാണ്. സ്പോൺസർഷിപ്പിലൂടെയാണ് ആ പണം കണ്ടെത്തിയിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ക്യാമ്പ് നടത്തിയതിൻ്റെ കണക്ക് വിവരങ്ങൾ അത് കോളേജ് അധികൃതർക്ക് ഈ കുട്ടികൾ കൈമാറിയിരുന്നു. അത് കൃത്യമായി വരവും ചെലവും കൃത്യം തുക എന്നുള്ള രീതിയിലാണ്, മിച്ചമൊന്നുമില്ല എന്നുള്ള
എന്നുള്ള രീതിയിലുള്ളൊരു കണക്കാണ് കോളേജ് അധികൃതർക്ക് നൽകിയിരുന്നത്. പക്ഷേ അമ്മുവിന് അറിയാമായിരുന്നു അതിൽ എത്ര രൂപ യഥാർത്ഥത്തിൽ ചിലവായിട്ടുണ്ട്, എത്ര രൂപ മിച്ചം വന്നു എന്നുള്ളത്. ഈ ടൂർ പോകുന്നതിന് വേണ്ടി അധിക പൈസ, അതായത് കുടുംബാംഗങ്ങൾ നൽകുന്ന പണത്തിന് പുറമെ കുറച്ച് പണം കൂടി പോക്കറ്റ് മണി പോലെ കയ്യിലിരിക്കട്ടെ എന്ന് കരുതി ആ സ്പോൺസർഷിപ്പിൽ നിന്നും ആ പരിപാടി നടത്തിയതിൻ്റെ ബാക്കി പണം ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ കയ്യിൽ വെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് അമ്മുവിന് അറിയാമായിരുന്നു. അമ്മു ഒരു ഘട്ടത്തിൽ അത് കോളേജ് അധികൃതരോട് പറയും എന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് വലിയ ഭീഷണിയും കാര്യങ്ങളും ഈ 3 കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിലും കുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ 3 സഹപാഠികളും ക്യാമ്പസിനുള്ളിൽ നടന്ന അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൂർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ലോഗ് ബുക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായത് ഇന്നലെ അമ്മുവിൻ്റെ സഹോദരൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി കൊടുത്തിരുന്നു. അദ്ദേഹം രേഖാമൂലം ഒരു പരാതി നൽകിയിട്ടില്ല. പക്ഷേ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ചുള്ള മൊഴി പോലീസിന് കൊടുത്തിരുന്നു. അപ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളെ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഏതായാലും ഈ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. വേദനിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ സ്വാഭാവികമായും ഇതൊക്കെ കോളേജുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ അമ്മ ആത്മഹത്യ ചെയ്യണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി പെരുമാറി എന്ന് നമുക്കിപ്പോഴും കരുതാനാവില്ല. അങ്ങനെ ഒരു പരാതി ഒരു പക്ഷേ ആ കുടുംബത്തിനുണ്ടാവില്ല. 3 പെൺകുട്ടികളാണ്. കാര്യം അവർ ഇനി അനുഭവിക്കുന്ന വേറൊരു സമ്മർദ്ദമുണ്ട്. ഈ ആത്മഹത്യ ചെയ്താലേ ചില കാര്യങ്ങൾക്ക് പരിഹാരമാകൂ എന്നൊരു സന്ദേശം കൊടുക്കുന്നത് തെറ്റുമാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ആ വാർത്ത പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അമ്മുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. എന്താണ് അവിടെ സംഭവിച്ചത്? കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊക്കെയുള്ള പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധിക്കപ്പുറം കൈവിട്ടു പോവുകയാണെങ്കിൽ, മർദ്ദനമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കോളേജ് അധികൃതർ അറിയണ്ടേ? കോളേജ് അധികൃതരാണ് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്നത്. അല്ലാതെ ഈ 3 വിദ്യാർത്ഥികളെ പിടിച്ചുകൊണ്ടുപോയി, കാര്യം അവരൊക്കെ അവരുടെ പ്രായത്തിന് തിളപ്പുകൊണ്ട് അല്ലെങ്കിൽ സഹപാഠികളോട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതിൻ്റെ പേരിൽ അവരെ നമുക്ക് ക്രൂശിക്കാനൊന്നും കഴിയില്ല. പക്ഷേ അതേസമയം ഇങ്ങനെ ഏതെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അതിൽ അമ്മുവിനെ പോലുള്ളവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഈ കോളേജ് അധികൃതർ കേൾക്കാതെ പോയിട്ടുണ്ടോ, അക്കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ ഈ വാർത്തയിൽ അമ്മുവിൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നു. വളരെ നിർഭാഗ്യകരമാണ് അമ്മുവിൻ്റെ മരണം. മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ എടുത്ത് ചാടുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ആ കുഞ്ഞിനെ അത്രത്തോളം വളർത്തി വലുതാക്കിയ കുടുംബത്തിന് അത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കപ്പെടുകയും വേണം. പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട